ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ബിസിനസ്സിനെ പ്രതി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഇങ്ങനെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതും വളരെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കമ്മിറ്റ്മെന്റിന്റെ തെളിവാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്. അതേപോലെ രണ്ടാമത്തെ കാര്യം വ്യക്തിപരമായ ടാലന്റ്. വ്യക്തിപരമായ ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ എല്ലാ മേഖലകളിലും. എന്നാൽ അവിടെ ഒരു എക്സംഷൻ ഉണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ. നമ്മൾ ടാലന്റ് ഉള്ള ആളുകളെ നമ്മളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ, അവർ ഈ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആയാൽ നമുക്കും വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയുടെ കഴിവിനേക്കാൾ പ്രധാനമാണ് റൈറ്റ് ടൈമിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. ഇവിടെയാണ് ആളുകൾക്ക് വരുന്ന ഏറ്റവും വലിയ പാളിച്ച. ഞാൻ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ തന്നെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാനും, ഇത് എൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ് വളർന്നാൽ ഇതിൽ എന്നോടൊപ്പം വരുന്ന ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു കരിയറായി ഏറ്റെടുത്ത് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അതും ഈ ബിസിനസിന്റെ പവർ തന്നെയാണ്. ഇന്ത്യയിലെ ബൈച്ചിങ് ബൂട്ടിയുടെ സംസ്ഥാനമായ സിക്കിമിലാണ് ഞാൻ ഇരിക്കുന്നത്. ഐ വിൽ ജസ്റ്റ് ഷോ യു എ വ്യൂ. ഇത് റൂമിൽ നിന്നുള്ള നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഒരു വ്യൂ എന്ന് പറയില്ലേ, ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു അല്പമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് വിസിബിൾ? ഇതെന്റെ റൂമിൽ നിന്നുള്ള ഒരു സൈഡിലെ വ്യൂ ആണ്. സി ആൻഡ് ദ നെക്സ്റ്റ് സൈഡ് ഈസ് ഓൾസോ ഫുൾ ഓഫ് എന്താ പറയാ, ക്ലൗഡ്സ്. നേരെ ക്ലൗഡ്സ് ഒക്കെ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഐ തിങ്ക് യു ക്യാൻ സീ ഹിയർ the huge mountains, Himalayan mountain ranges in the backside. This is one of the beautiful city of Sikkim. ഈ ബിസിനസ് കേരളത്തിലും തുടങ്ങിയിട്ടാണ് എന്റെ ബിസിനസ് ഇതേപോലെ ഡെവലപ്പ് ചെയ്ത് വന്നത്. 2 ദിവസം മുമ്പ് ഞാൻ വെസ്റ്റ് ബംഗാളിലായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നത്, ഇപ്പൊ ജസ്റ്റ് എന്റെ ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എന്റെ ഫ്ലൈറ്റ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ഒരു ചെറിയ ഒരു സിറ്റിയിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ്സായി. വിനോദ് സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഇവിടെ ഈ ഒരു ടീമിൽ നിന്ന് തന്നെ പല ആളുകളും പല രാജ്യത്തു നിന്നും ഇപ്പോൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നേപ്പാളിന്റെയും ചൈനയുടെയും ഭൂട്ടാനിന്റെയും ബോർഡറാണ് ഈ ഒരു പ്ലേസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു പ്ലേസ് ഇവിടെ എല്ലാം ഉണ്ട്. അതുള്ള ഒരു സന്തോഷ വാർത്ത, നമ്മുടെ കമ്പനി ബിസിനസ് ഇന്റർനാഷണലി എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇമ്മീഡിയറ്റ്ലി കമ്പനിയുടെ എക്സ്പാൻഷൻ വരാൻ പോകുന്ന ഒരു രാജ്യം അത് നേപ്പാളാണ്. രണ്ടാമത് നമുക്ക് UAE പ്രതീക്ഷിക്കാം. അതുപോലെ പല രാജ്യങ്ങളും, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്ന കാര്യം. ഞാൻ ഒരുപാട് സമയം എന്തായാലും ഞാൻ ഇവിടെ നിങ്ങളുടെ സമയം മെനക്കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും പോയിട്ട് അത്യാവശ്യം ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഞാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും നിങ്ങളെ അട്രാക്ട് ചെയ്യേണ്ടതുമായ ഒരു പോയിന്റ് ആണ് പാസീവ് ഇൻകം. നമുക്കറിയാം, നമ്മളെല്ലാം തന്നെ നമ്മളെക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിനെ, നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വരുമാനത്തിലായിരിക്കാം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നാളെ എന്താണ് സംഭവിക്കുക എന്ന്. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഒരു അപകടം, അത് എല്ലാ മലയാളികളുടെയും മനസ്സിനെ പിടിച്ചൊലച്ചിട്ടുണ്ട്. ഇതുപോലൊരു അപകടം എനിക്കും നിങ്ങൾക്കും സംഭവിച്ചുകൂടെ? നമ്മൾ കെയർഫുൾ ആയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തെ പീരീഡ്, ഈ കൊറോണ പീരീഡ് നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എല്ലാ മനുഷ്യരും ഒരു പാസീവ് ഇൻകം കിട്ടുമെങ്കിൽ, അവർ ഈ ബിസിനസ് മനസ്സിലാക്കുമെങ്കിൽ, അവർ തീർച്ചയായിട്ടും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് നിങ്ങളോടൊപ്പം കമ്മിറ്റഡ് ആയിട്ട് ഏറ്റെടുക്കും. അങ്ങനെ ഒരു ഇൻകം ഏത് കുടുംബത്തിനും അത്യാവശ്യമാണ്. 99% പേർക്കും അങ്ങനെ ഒരു വരുമാനത്തിനുള്ള അവസരം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഇതിനെ ശരിക്കും ഉൾക്കൊണ്ട് ഏറ്റെടുക്കണം. ഇപ്പൊ 2022 എന്നുള്ളൊരു വർഷം നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഇനി വെറും 3 മാസം കൂടെ മതി. ഒക്ടോബർ, നവംബർ, ഡിസംബർ. 2022, 2023 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും പാസീവായിട്ട് 2,10,000 വാങ്ങണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാമിൽ ഞാനും നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പല പ്രോഗ്രാമുകളിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ എന്നോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിമൽ കുമാർ സരിൻ. അദ്ദേഹം മരണപ്പെട്ടത് റോഡ് ആക്സിഡന്റിലാണ്. ഹി വാസ് വെരി ഹെൽത്തി.
4.5 വർഷത്തോളമായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ ബിസിനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന 2,10,000 രൂപയാണ്. അതേപോലെ തന്നെ ഷീജൻ സി നായർ, അദ്ദേഹം എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ബിസിനസിന്റെ സാധ്യത കണ്ട് ജോലി റിസൈൻ ചെയ്ത് ബിസിനസ്സിലേക്ക് വന്നു. കാരണം അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ, മൂത്തയാള് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു, രണ്ടാമത്തെ ആള് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എക്സ്പെൻസീവ് ആണ്, അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് മിച്ചം പിടിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഡ്രീമർ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ജോലി റിസൈൻ ചെയ്തത്. പക്ഷെ യാദൃശ്ചികമായി ഏകദേശം 4 വർഷം മുമ്പ് അദ്ദേഹം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. പെട്ടെന്ന് സമയത്ത് അദ്ദേഹത്തിന് ഒരു റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തിക്കാൻ പറ്റിയില്ല. ആള് മരണപ്പെട്ടു പോയി. ഞങ്ങളോടൊപ്പം ഒരുമിച്ച് 2018 ഭ്രമരത്തിന്റെ വേദി ഷെയർ ചെയ്തൊരു ലീഡറാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇന്ന് ഒരു മാസത്തിൽ ഈ ബിസിനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം ശരാശരി 25 ലക്ഷം രൂപയ്ക്ക് മേലെയാ. മോള് പഠനം മുടങ്ങിയില്ല, ഡോക്ടറായി. രണ്ടാമത്തെ കുട്ടിയുടെയും പഠനം മുടങ്ങിയില്ല, പഠനം കംപ്ലീറ്റ് ആയി. എന്തുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു? മാസം 4-5 ലക്ഷം രൂപയോളം അവർക്ക് ചെലവായിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞത് മൈ ലൈഫ് സ്റ്റൈൽ കൂടിയുള്ള ഒരു പാസീവ് ഇൻകം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ വരാൻ പോകുന്ന ഒരു 3 വർഷം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി 100% വിശ്വാസത്തോടു കൂടി 100% ഫോക്കസ് കൊടുത്തുകൊണ്ട് 100% എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം, രണ്ടാമത്തേത് ടൈം ഫ്രീഡം. ഈ 2 കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷപ്രദമാക്കാൻ കഴിയില്ല. ഈ 2 കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അത് നൽകാൻ കഴിയുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടും ഞാൻ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നോടൊപ്പം അതേ ലക്ഷ്യമുള്ള ആളുകളെ ആ ലെവലിലേക്ക് എത്താൻ അവരെ എംപവർ ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ടീം സക്സസ് ബറി ഗ്ലോബൽ അതിശക്തമായി ആ ലക്ഷ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് പോയിന്റുകൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. സർ ഒരു സെക്കൻഡ്, സ്ലൈഡ് ഹാങ് ആയിട്ടുണ്ട് സർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിന്റെ പവർ ഒന്ന് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ടോട്ടൽ ബിസിനസ്. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുക, ഉപയോഗിക്കുക. ഒരാൾക്ക് മിനിമം ഒരു 20 ഫാമിലി എങ്കിലും കസ്റ്റമർ ആയിട്ട് ഉണ്ടാവണം. നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, പരിചയക്കാര്, നിങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾ, അവരൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ആവശ്യക്കാരാണ്, ഉപഭോക്താക്കളാണ്. ഇവിടെ നിന്നല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളൊന്ന് ഈ പ്രോഡക്റ്റ് കറക്റ്റായി പരിചയപ്പെടുത്തിയാൽ, അതിൽ ഉപയോഗിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ പരിചയപ്പെടുത്തിയാൽ 10-20 ഫാമിലി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കേണ്ട ഒരു പ്രയാസമല്ല. പ്രോഡക്റ്റ് ഉപയോഗപ്പെട്ട് ബോധ്യപ്പെട്ടാൽ അതിൽ കൂടി ഉണ്ടാവുന്ന റിസൾട്ട് വലുതാണ്. ഞാനിപ്പോൾ സിക്കിമിൽ ഇരിക്കാനുള്ള ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് പറയാം. സിക്കിമില് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അവരുടെ പേര് ചോക്കി ഷെർപ്പ എന്നാണ്. ഒരു നല്ല വെൽ റെപ്യൂട്ടഡ് ഫാമിലി മെമ്പറാണ്. ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ഒരു നല്ല ഫാമിലിയാണ്. നമ്മുടെ കേരളം പോലെയൊന്നുമല്ല, പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു സ്റ്റേറ്റ് ആണ് സിക്കിം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് സിക്കിം. ഈ ചോക്കി ഷെർപ്പ മാഡത്തിന്റെ ഹസ്ബൻഡ് ചുങ്ക ഷെർപ്പ, പുള്ളി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബൈച്ചുങ് ബൂട്ടിയെ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു അഭിമാനമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആർച്ചറിയിലെ ഒരു ഗോൾഡ് മെഡൽ വിന്നറാണ്. ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടോട്ടൽ ഇതിൽ പല സംസ്ഥാനങ്ങളുമായിട്ടുള്ള മത്സരത്തിലൊക്കെ ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഈ ചോക്കി ഷെർപ്പ മാഡത്തിന്റെ ഫാദറിന് ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് അവരവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർ ഇവർക്ക് ഓൺ ആൻഡ് ഓൺ 95 എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തു. 95 പ്രോഡക്റ്റ് അവര് ഏകദേശം 8-10 പാക്കറ്റ് അപ്പൊ തന്നെ ഒരുമിച്ച് വാങ്ങിച്ചു. കാരണം ഒരുപാട് നാളുകളായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഡക്റ്റിൽ കൂടി അവരുടെ ഫാദറിനുണ്ടായ മാറ്റങ്ങളാണ് അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും അവർ ബിസിനസ് ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മാത്രം വന്നതാണ്. എന്നാൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് വീണ്ടും വീണ്ടും വാങ്ങിച്ച് ഉപയോഗിച്ച് ആ അസുഖത്തിന് വന്ന ഒരുപാട് ശമനം, ഒരുപാട് ആശ്വാസം ആ കുടുംബത്തിന് മുഴുവൻ ഈ ബിസിനസ്സിലേക്ക് കമ്മിറ്റഡ് ആക്കി. അങ്ങനെ അവരാവശ്യപ്പെട്ടു ഈ പ്രോഡക്റ്റുകളുടെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടണം. അങ്ങനെയാണ് അവര് സിക്കിമിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇവിടെ 100-ൽ പരം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി. ഇന്നലെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഇവന്റ് ആയിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ
ഒരു PUC ടൈപ്പ് ഒരു ഷോപ്പി ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുമാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറയുന്നത്, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുമ്പോൾ അതിൽ വരുമാനം അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാം. ഒരാൾക്ക് 4-5 ആൾക്കാരെ സ്പോൺസർ ചെയ്താൽ മതി മാക്സിമം. അങ്ങനെ സ്പോൺസർ ചെയ്താൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി രണ്ട് ആക്ടിവിറ്റിയാണ്. വരുമാനം അന്വേഷിക്കുന്ന ആളുകളെ ബിസിനസ്സിലേക്കും, ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ആളുകളെ, ബിസിനസ് വേണ്ടാത്ത ആളുകളെ ഉപഭോക്താക്കളാക്കി നിർത്തുക. ഈ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയി ഞാൻ ചെയ്തത് കൊണ്ട് എന്റെ ബിസിനസ്സിൽ ഉണ്ടായ മാറ്റം ഞാൻ നിങ്ങൾക്ക് പറയാം. ഇതാണ് എന്റെ ID, നിങ്ങളുടെ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. 2013 ഓഗസ്റ്റിലാണ് ഞാൻ തുടങ്ങിയത്. എന്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട്. വിനോദ് സാറ് സൂചിപ്പിച്ചു, വളരെ ചെറിയ കുറച്ച് പർച്ചേസ് കൊണ്ട് തുടങ്ങുന്ന ബിസിനസ് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വ്യവസായമായി മാറ്റാൻ കഴിയും. ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. വെരി ഹാപ്പി ടു ഷെയർ യു. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. നാളെ വേൾഡിലെ നമ്പർ 1 കമ്പനി ആകാൻ പോകുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലൂടെ കഴിഞ്ഞ 9 വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഏതാണ്ട് 1050 കോടിക്ക് പുറത്ത് ബിസിനസ് വോളിയമാണ്. ഓർഗനൈസേഷൻ 1 640 കോടിക്ക് പുറത്തും, ഓർഗനൈസേഷൻ 2 414 കോടിക്ക് പുറത്തും. ഈ 1050 കോടി ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ ഇത് ക്യാഷിൽ പറയുവാണെങ്കിൽ അത് 2000 കോടിക്ക് പുറത്തുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പീരീഡിലൊക്കെ ഇത്രയും വലിയൊരു ബിസിനസ് ചെയ്യാൻ കഴിയും ചെറിയ കാര്യമാണോ? ഇങ്ങനൊരു ബിസിനസ്സിൽ കണ്ടു ബോധ്യപ്പെടാൻ അവസരം കിട്ടിയ ആളുകൾ എത്ര കമ്മിറ്റഡ് ആയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടത്, ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഏതാണ്ട് 50% ആളുകളുടെയും ബിസിനസ് നഷ്ടത്തിലായി, നിലനിർത്താൻ കഴിയാതെ അവർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. എത്രയോ ആളുകളുടെ കരിയറാണ് പ്രശ്നത്തിലായത്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കാത്ത കുടുംബങ്ങളുണ്ടോ ഇന്ന് നാട്ടിൽ? വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ തകർന്നടിഞ്ഞു. എത്രയോ തലമുറകൾ ചെയ്തുണ്ടാക്കിയ ബിസിനസ്സൊക്കെ പോയി. ഈ സമയത്ത് പോലും വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്തൊരു ബിസിനസ്സാണ്. ഇതിലൂടെ ആഴ്ചയിൽ 2,10,000 അത് പാസീവ് ഇൻകം ആയിട്ടാണ് ഇന്ന് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, എന്റെ ടീമിൽ നിരവധി ആളുകൾ ഈ 2,10,000 അച്ചീവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇവോൾവ് പ്രോഗ്രാമിൽ വരുമ്പോൾ അവിടെ സ്റ്റേജിൽ 100 കണക്കിന് ആളുകളെ ഈ സീലിംഗ് അച്ചീവർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസിന്റെ സാധ്യത ഈ പ്രോഡക്റ്റുകളുടെ ആളുകൾക്കുണ്ടാകുന്ന ഗുണം കൊണ്ട് എന്റെ ടീമിൽ വരുന്ന റീപർച്ചേസ് തന്നെ ഇപ്പൊ 476ാമത്തെ വീക്കിലെ ഓർഗനൈസേഷൻ 1ലെയും 2ലെയും റീപർച്ചേസ് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ആഴ്ചയിൽ റീപർച്ചേസ് മാത്രം 2.69 crore. ഓർഗനൈസേഷൻ 2ലെ 2.20 crores. ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാഴ്ച 7 ദിവസം കൊണ്ട് ഏതാണ്ട് 5 കോടിയോളം ബിസിനസ് റീപർച്ചേസ് കൊണ്ട് മാത്രം നടന്നു. ഒരു 5 കോടിയുടെ കച്ചവടം കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനം ഞാൻ തുടങ്ങണമെങ്കിൽ എത്രയോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് സാധിക്കുക. അതേ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കും നിങ്ങൾക്കും ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീക്ക്ലി ഇൻകം മാത്രമല്ല, മന്ത്ലി ഇൻകം ഉണ്ട്. നമ്മുടെ റാങ്ക് അനുസരിച്ച് ഈ മന്ത്ലി ഇൻകത്തിൽ നമ്മുടെ ടേൺ ഓവർ അനുസരിച്ച് വർധന ഉണ്ടാകും. ഇവിടുത്തെ പ്രത്യേകത, വീക്ക്ലി ഇൻകത്തിൽ 2,10,000 ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ആദ്യത്തെ മാസത്തിൽ വെറും 39,803 രൂപയായിരുന്നു എന്റെ വരുമാനം. പക്ഷെ രണ്ടാമത്തെ മാസത്തിൽ അത് 3,92,000 ആയി. മൂന്നാമത്തെ മാസത്തിൽ 7,78,000 രൂപയായി. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ വരുമാനം കിട്ടുന്ന വേറെ ഏത് മേഖലയുണ്ട്? ഇത്രയും ഗ്രോത്ത് കിട്ടുന്ന വേറെ ഏതെങ്കിലും മേഖലയുണ്ടോ? എന്തുകൊണ്ട് ഇത് സാധിച്ചു എന്നുള്ളത് ഇതൊരു ടീം വർക്കാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ മാസത്തിൽ ഒരു 400-500 ആളുകളുടെ ടീം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ മാസത്തിൽ വന്നത് 5,000-ൽ പരം ആളുകളുടെ ടീമാണ്. ഇത്രയും ടീം വന്നപ്പോൾ അതുപോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് രാവും പകലുമില്ലാതെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമാണ്, ഒന്ന് ഒരു ബെഡിൽ കിടന്നുറങ്ങണം. കാരണം യാത്രയിൽ ഇരുന്നും ഒക്കെ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ. മൂവിങ് വെഹിക്കിൾസിൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും അതിശക്തമായി കഠിനാധ്വാനം ചെയ്തതിന്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് എൻജോയ് ചെയ്യുന്നത്. അതിലൂടെ ഇന്നിപ്പോ റോയൽ ഡയമണ്ട് റാങ്കിൽ നിൽക്കുമ്പോൾ ഒരു മാസത്തിലെ വരുമാനം 30 ലക്ഷം, 35 ലക്ഷം, 40 ലക്ഷം രൂപയ്ക്കൊക്കെ പുറത്തേക്ക് വന്നു. നിങ്ങൾ നോക്കണം, ഒരു ഐഡിയിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഒരു മാസം. ഐ എം വെരി ഹാപ്പി ടു ടെൽ യു, എന്റെ ടീമിൽ 10 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനമുള്ള ആളുകളുടെ എണ്ണം 100-200 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സാധ്യത നിങ്ങൾക്കും അതേപോലെ തന്നെ ഉണ്ട്. ആദ്യം വേണ്ടത് പൂർണ്ണമായ വിശ്വാസവും ഈ ബിസിനസ് പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു തീരുമാനവുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഫോം 16A ആണ്, ഇതിന്റെ പ്രൂഫാണിത്. ഒരു 3 മാസം കൂടി ഇരിക്കുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും.
മൈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എനിക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട് ആണ് 1,35,00,000, 1,39,00,000, 1,47,00,000, 1,70,00,000, 1,99,00,000 ഒക്കെ. അതേപോലെ തന്നെ ഒരു വർഷത്തിൽ മൈ ലൈഫ് സ്റ്റൈലിലൂടെ 6,46,00,000 ഒക്കെ ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ലീഗൽ മണിയാണ്. രാജ്യത്തിന്റെ വളർച്ചയിൽ ഇതിൽ കൂടി പിടിക്കുന്ന TDS-ഉം ടാക്സും ഇൻകം ടാക്സും ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഏതൊക്കെ ടാക്സുകൾ കിട്ടണോ 100% ടാക്സ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിന് ഒരു സുരക്ഷിതം ഉണ്ടാവാനും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും നിർമ്മിക്കുവാനും അതേപോലെ തന്നെ സുരക്ഷിതമായ വാഹനങ്ങളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. ലോകത്തിന്റെ സൗന്ദര്യമൊക്കെ നമ്മൾ മുഴുവൻ കാണണ്ടേ? ഇതൊക്കെ കാണാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആവശ്യമല്ലേ? നമ്മുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകണ്ടേ? ഇതിനൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഈ വരാൻ പോകുന്ന ഇവോൾവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിണാമം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വലിയ വിപ്ലവമാണ്. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എന്റെ സ്വപ്നമാണ് ഒരു നല്ല വീട് വേണം. ഈ വീടിന്റെ പൊസിഷനിൽ ഒരു നല്ല വീട് വേണം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ എനിക്ക് വെക്കാൻ കഴിഞ്ഞ പല വീടുകളും ഞാൻ കാണിച്ചു തരാം. ഇത് എന്റെ സ്വന്തം നാട്ടിൽ ചങ്ങനാശ്ശേരിയിൽ ഞാൻ ആദ്യമായി വാങ്ങിച്ച ഒരു വീടാണ്. 2008 ഞാൻ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി എറണാകുളത്തേക്ക് മാറേണ്ടി വന്നു. അവിടെ ഞാൻ താമസിക്കുന്ന വീടാണ്. ഡൽഹിയിൽ ഈ ബിസിനസ്സുമായി നിൽക്കുമ്പോൾ ഒരു സ്വപ്നമാണ് DLF-ൽ ഒരു ഫ്ലാറ്റ് വേണം. കേരളത്തിലെ ഫ്ലാറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ 4ഓളം ഫ്ലാറ്റുകൾ ഒരുമിച്ച് വാങ്ങാൻ പറ്റി. പല കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് എനിക്ക് ആ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റിയില്ല, റെന്റ് ഔട്ട് ചെയ്തു. ഈ സമയത്ത് ഒരു പുതിയ വീടിന്റെ ഒരു സ്വപ്നം വന്നു. അതും ഇപ്പോൾ സ്വന്തമാക്കി അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ചെറിയ 2 വീലർ വേണമെന്നുള്ള സ്വപ്നം വെച്ചാണ് ഞാൻ ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇറങ്ങുന്നത്. 2.5 വർഷം ഈ ബിസിനസ്സിലേക്ക് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മൈ ലൈഫ് സ്റ്റൈലൊക്കെ വരുന്നതിന് മുമ്പാണത് പ്രവർത്തിച്ചതിന് ശേഷമാണ് എനിക്കൊരു ബൈക്ക് വാങ്ങാൻ പറ്റിയത്. എന്നാൽ ഈ ഇൻഡസ്ട്രിയിലൂടെ ഇന്ന് സ്വന്തമായിട്ട് പടിപടിയായിട്ട് പല പല വാഹനങ്ങൾ ഞാൻ മാറി ഉപയോഗിച്ചു. അതിൽ ഒരു BMW വരും. UAE ബിസിനസ് ഡെവലപ്മെന്റുമായി പോയ സമയത്ത് എനിക്ക് അവിടെ ഒരു ഫോർച്യൂണറിന്റെ ടോപ്പ് മോഡൽ വാങ്ങാൻ പറ്റി. ഇന്ന് മാർക്കറ്റിൽ 1.5 കോടിക്ക് പുറത്ത് വിലയുള്ള ഒരു GLS-ന്റെ 350 എന്ന് പറയുന്ന കാർ എൻ്റെ ഉണ്ട്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് ഒരു മോട്ടോർ ഹോം ആണ്. ഇതിൽ ബെഡ്റൂമും ബാത്റൂമും എല്ലാ സംവിധാനങ്ങളും കിച്ചനും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു വാഹനമാണ്. ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളായിരുന്നു ഒരു കാലത്ത്. ആ സ്വപ്നങ്ങളൊക്കെ കാണാൻ വേണ്ടിയല്ല, ആ സ്വപ്നങ്ങൾ കാണുന്നതിനോടൊപ്പം ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് മൈ ലൈഫ് സ്റ്റൈലിലൂടെ തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാനും അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ നല്ല നല്ല അസറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല അസറ്റുകളിൽ ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പൊ റീസെന്റ് കണിയരിപ്പിച്ച ബിൽഡിംഗ് ആണ്. ഇതൊക്കെ റെന്റ് ഔട്ട് ചെയ്തേക്കുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് എന്റെ ഓഫീസും ഉള്ളത്. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നല്ല മാസ വരുമാനം വാടകയായിട്ടും മറ്റുമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിനെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടു. ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ നല്ല തണുപ്പ്. ഞാൻ സെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സിക്കിമിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രഭാതങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ രാത്രിയൊക്കെ നല്ല തണുപ്പാ. ഇത്രയും യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കമ്മിറ്റ്മെന്റ് എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഇന്ന് ഞാനിപ്പോ സിക്കിമിൽ വന്നു എന്ന് പറഞ്ഞതുപോലെ നാളെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും ഈ ബിസിനസ്സുമായിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതേപോലെ തന്നെ ഇവോൾവ് എന്ന പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി ഈ മാസം പെർഫോമൻസ് ബോണസ് വാങ്ങുന്ന ആളുകൾക്കും കൂടി നമ്മൾ ഈ അവസരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പെർഫോമൻസ് ബോണസ് ഈ പ്രോഗ്രാമിൽ വാങ്ങി ഈ പ്രോഗ്രാമിന്റെ പാസുകൾ കളക്ട് ചെയ്ത് അതിന്റെ പേയ്മെന്റ് അടച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കൺഫർമേഷൻ ആക്കുക എന്നുള്ളത്. കാരണം ഒരാൾ ഈ ബിസിനസ്സിനെ കാണുന്ന കാഴ്ചപ്പാട് മാറാനും ഒരു 10-20 വർഷം ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്താൽ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു ആംബിയൻസ് ആണ് ഈ പ്രോഗ്രാമിലൂടെ കിട്ടാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് മാസങ്ങളുടെ ഒരുപാട് വർഷങ്ങളുടെ അഘോരാത്രമായ പ്രവർത്തനങ്ങൾ, കഠിനാധ്വാനം ഈ ഈവന്റ് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി വരുന്ന മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതിനുവേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആവുന്നു അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ മാസം പെർഫോമൻസ് ബോണസ് വാങ്ങുന്ന ആളുകൾക്ക് അന്ന് ആ ഇവോൾവിന്റെ വേദിയിൽ വരാനുള്ള ഒരു റോയൽ സ്റ്റൈൽ ഓഫ് സ്റ്റേജ് ആണുള്ളത്. ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി, ഏറ്റവും ബെസ്റ്റ് കൺവെൻഷൻ സെന്റർ ആണ് ഗ്രാൻഡ് ഹയാത്തിന്റെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. അന്ന് പെർഫോമൻസ് ബോണസ് വിൻ ചെയ്ത് ഒരു അച്ചീവറായി കയറുന്ന ആളുകൾ നിങ്ങളുടെ ടീമിൽ മാക്സിമം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കറിയാം 2,10,000 ദാറ്റ് മീൻസ് സീലിംഗ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ റെക്കഗ്നീഷൻ ഉണ്ട്. ഇനിയും 2 ക്ലോസിംഗ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് മിനി സീലിംഗ് എന്ന് പറഞ്ഞാൽ 4 ആഴ്ചകളിൽ 2,21,000 അപ് ടു STC
4 ആഴ്ചകളിൽ 31,000 അപ് ടു RTC റാങ്കിലുള്ള ആൾക്കാർക്ക് ഇവർക്കായിരുന്നു നമുക്ക് ആ റെക്കഗ്നീഷൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സ്പെഷ്യലി റെക്കഗ്നൈസ് ചെയ്യും, എന്നാൽ മിനി സീലിംഗിന് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മാസത്തിൽ 2 ആഴ്ചകളിൽ ആ അച്ചീവ്മെന്റ് നടത്തിയാൽ അവരെയും നമ്മൾ കൺസിഡർ ചെയ്യും. ഇതൊരു ഗോൾഡൻ അവസരമാണ്. അവസരങ്ങൾ തിരിച്ചറിയാനും അവിടെ അത് അച്ചീവ് ചെയ്യാനുള്ള ശക്തമായ ഒരു തീരുമാനം എടുക്കുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ്സിൽ ഫ്യൂച്ചർ ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ ചാൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക, തീരുമാനമെടുക്കുക, അതിശക്തമായ വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്യുക, ഓരോ ദിവസവും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ എത്ര ബിസിനസ് വോളിയം ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മൾ ഈ മാസത്തിൽ 2 ക്ലോസിംഗ് ഇനിയും ബാക്കിയുണ്ട്. ഈ 2 ക്ലോസിംഗിൽ മിനി സീലിംഗ് അച്ചീവ് ചെയ്താൽ അവർക്കും ഈ പ്രോഗ്രാമിൽ നമ്മൾ റെക്കഗ്നീഷൻ കൊടുക്കുന്നതായിരിക്കും. 100 കണക്കിന് ബ്രാൻഡ് ന്യൂ കാർ അച്ചീവേഴ്സും അസറ്റ് അച്ചീവേഴ്സിലും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ നിങ്ങളെപ്പോലെ തന്നെയുള്ള പല ആളുകളെയും വലിയ വലിയ ലെവലിലേക്ക് കാണുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവിടെയുള്ള പല ആളുകളുമായി റിലേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ആ കോൺടെസ്റ്റിൽ ടോപ്പിലെത്തുന്ന ആളുകളെയും ടോപ്പ് 1, 2, 3 ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള റെക്കഗ്നീഷൻ അവിടെയുണ്ട്. ഇതിന്റെ ക്ലോസിംഗ് 21-ാം തീയതിയാണ്, ഒക്ടോബർ 21. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 2 ക്ലോസിംഗ് ഇനി ബാക്കിയുള്ളൂ. അതിശക്തമായി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഈ ഇലക്ഷന്റെ ഒക്കെ 2 ദിവസം മുമ്പ് രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണ് ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്യുക? ഒരു ഒളിമ്പിക്സ് പോലുള്ള ഒരു ഗെയിംസ് വരുമ്പോൾ കായിക താരങ്ങൾ എങ്ങനെയാണ് ഉണർന്ന് പ്രവർത്തിക്കുക? ഒരു പബ്ലിക് എക്സാം വരുമ്പോൾ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുക? അതേ പ്രിപ്പറേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തേണ്ടത്. ഈ പ്രോഗ്രാം ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന പ്രോഗ്രാമാണ്. നിരവധി അച്ചീവേഴ്സ് ആ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, വിനോദ് സാറിന്റെ മെഴ്സിഡീസ് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പുതിയ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് കൺഫേം ചെയ്തു കഴിഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ സുബീഷിന്റെ മെഴ്സിഡീസ് GLA 220D എന്ന് പറയുന്ന വെഹിക്കിൾ അന്ന് ഇറങ്ങുന്നുണ്ടാകും. അതേപോലെ തന്നെ സുനിൽലാൽ സാറിന്റെ വിനോദ് സാർ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയുള്ള ഒരു C-ക്ലാസ് അവിടെ എന്ന പ്രോഗ്രാമിൽ ഇറങ്ങുന്നുണ്ടാകും. വളരെ സാധാരണക്കാരനായ നിങ്ങൾക്ക് ഒരു പക്ഷേ പലർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് സോമകുമാർ സാർ. അദ്ദേഹത്തിന്റെ മെഴ്സിഡീസ് S-ക്ലാസ് എന്ന പ്രോഗ്രാമിൽ വരുന്നുണ്ടാകും. ആ പ്രോഗ്രാമിൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു മേബ കാർ, മെഴ്സിഡീസിന്റെ ഒരു ഹാൻഡ് മെയ്ഡ് കാറാണ്, അത് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ അത് ഹാൻഡ് മെയ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ അത് ജർമ്മനിയിലാണ് അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഒരു കിറ്റായിട്ടാണ് ഇന്ത്യയിൽ വരിക. ഇവിടുന്ന് അസംബിൾ ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി ചെയ്യുക. അതുണ്ടാവാനുള്ള സമയതാമസം ഉള്ളത് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. കാരണം ആ തീരുമാനം ഇതായിരുന്നു, ഈ മേബ കാർ പെട്ടെന്ന് കിട്ടണം എന്നുള്ള റിക്വസ്റ്റുമായി ഞാൻ മെഴ്സിഡീസിന്റെ ഷോറൂം സന്ദർശിച്ചപ്പോൾ അതിന്റെ MD തോമസ് അലക്സ് സാർ എന്നോട് പറഞ്ഞു, സാർ എന്തായാലും ഈ വെഹിക്കിൾ കിട്ടില്ല, കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു കഴിഞ്ഞു, മിനിമം ഒരു 8 മുതൽ 9 മാസം വരെ എടുക്കാം, ചിലപ്പോൾ അതിലും താമസിക്കാം. ഒരു കാര്യവും നാളത്തേക്ക് വെക്കരുത് എന്നുള്ളതാണ് ആ സമയത്ത് ഞാൻ പ്രധാനമായും കണ്ടിരുന്ന ഒരു തീം. കാരണം അതിന്റെ അടുത്ത സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു, ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ എന്റെ ജീവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തിന് 1000 നന്ദി. എന്തായാലും എന്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഒക്കെ കൂടിയൊരു അനുഭവമായിരുന്നു. ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ആ വാഹനം അപകടം നടക്കുന്ന ലാസ്റ്റ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ ഒരുമിച്ച് കിട്ടിയൊരു സമയമാണ്. അതുകൊണ്ട് ഒരു കാര്യവും മാറ്റി വെക്കരുത് എന്നൊരു തോന്നലിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ വെഹിക്കിൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോയത്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, മുബിൻ ഒരു കാര്യം ചെയ്യൂ, ഒരു പുതിയ കാറ് ഈ പറയുന്ന 30-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 30-ന്. കേരളത്തിലെ ലോഞ്ചിങ് 7-ാം തീയതിയാണ്, ഒക്ടോബർ 7-ാം തീയതിയാണ്. ആ വണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അന്ന് ലോഞ്ചിങ്ങിന് വേണ്ടി വന്ന വണ്ടിയാണ്, ആരെയും കാണിച്ചിട്ടില്ല. അങ്ങനെ ആ വണ്ടിയിൽ ആദ്യമായി കയറി കാണുന്നത് ഞാനാണ്. അത് EQS എന്ന് പറയുന്ന S-ക്ലാസിന്റെ ഒരു ഫുള്ളി ഇലക്ട്രിക് മോഡലാണ്. ഫുള്ളി ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ പുറത്തൊന്നും പോവില്ല, മീൻസ് പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷമില്ല, മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. അത് മാത്രമല്ല ഇത്രയും ലക്ഷറി സെഗ്മെന്റിൽ ഇതുപോലൊരു കാറില്ല. ഒരൊറ്റ ചാർജിങ്ങില് ഏറ്റവും ചുരുങ്ങിയത് 600 കിലോമീറ്ററിന് മേലെ, 670 മിനിമം കിട്ടുക എന്ന് ഉറപ്പ് പറയുന്നത്. അതിന് മേലെ ഈ കാർ ഓടുകയും ചെയ്യും. അതിന് എഞ്ചിൻ പോലും ഇല്ല, ഡയറക്ട്ലി മോട്ടോർ വെച്ചിട്ടുള്ള വെഹിക്കിൾ. ഇറ്റ്സ് എ വണ്ടർഫുൾ വെഹിക്കിൾ. അങ്ങനെ അതെല്ലാം കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എന്റെ ഏറ്റവും കൂടുതൽ കാർ യാത്രകൾ എനിക്ക് വരുന്നത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. മേടയൊക്കെ വരുമ്പോൾ അത് പിന്നീട് അവിടത്തേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് വല്ലതും എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ കേരളത്തിലേക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു കാർ ഞാൻ ബുക്ക് ചെയ്തു. അത് EQSന്റെ വെഹിക്കിളാണ്. ആ വെഹിക്കിൾ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷപൂർവ്വം പറയാം, സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലെയും ആദ്യത്തെ EQS ഡെലിവറി ഈ വരുന്ന മിക്കവാറും വെള്ളിയാഴ്ചയാണ് അതിന്റെ ഡെലിവറി വരിക. ആ കാറ് എനിക്കാണ് കിട്ടുന്നത്. ഇത് അതിന്റെ ലോഞ്ചിങ് ഫംഗ്ഷൻ ആണ്. ഈ ലോഞ്ചിങ് ഫംഗ്ഷനിൽ പങ്കെടുത്ത ആൾക്കാർ വലിയ ഇവന്റ് ആയിരുന്നു.
നിങ്ങൾക്കിവിടെ വേദിയിൽ കാണാം. അവിടെ രണ്ടാമതിരിക്കുന്ന വ്യക്തി സിയാലിന്റെ MD സുഹാസ്, കളക്ടർ, IAS ഓഫീസർ. അദ്ദേഹം പഴയ കളക്ടറായിരുന്ന അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റിലിരിക്കുന്ന CGH എർത്തിന്റെ MD ആണ്. നടുക്കിരിക്കുന്ന വ്യക്തി അദ്ദേഹം മെർസിഡീസിന്റെ ഇതിന്റെ കോസ്റ്റൽ സ്റ്റാറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതേപോലെ തന്നെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹം മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ഓണറാണ്. ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ അതിൽ ആദ്യത്തെ വെഹിക്കിൾ ഡെലിവറി എനിക്കായിരുന്നു. അതിന്റെ എന്നെ വിളിച്ചവർ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ഷെയർ യു. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങണം എന്ന ആഗ്രഹം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നൊരു വ്യക്തി അനുഭവിച്ച സാമ്പത്തികമായ നേട്ടവും ഫിനാൻഷ്യൽ ഫ്രീഡവും അതുതന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. അതിശക്തമായ തീരുമാനമെടുക്കുക. വലിയ വിജയങ്ങളാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ ആയുഷ് ഐക്കൺ എന്നുള്ള ഈ ഒരു പദ്ധതി ചരിത്രപരമായ ഒരു വിജയമായി മാറാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ ഹൃദ്യമായ പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും അതിനുവേണ്ടി ഉണ്ടാകും. നിങ്ങളിൽ ആർക്കാണോ 100% വിശ്വാസമുള്ളത്, നിങ്ങൾ ആരാണോ കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനമെടുത്ത മനസ്സുള്ളത്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചരിത്രമാണ് കാത്തിരിക്കുന്നത്. നമുക്ക് ഇവോൾവ് പ്രോഗ്രാമിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരേ ഒരു വാക്ക് ഇതേ ഉള്ളൂ. സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ കണ്ട ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, എറൈസ് awake ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം വരെ റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഉണർന്ന് അതിശക്തമായ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞ സന്ദേശം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എത്തുമ്പോൾ മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മളോടൊപ്പം നിരവധി ആളുകളും അതേപോലുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ചരിത്രം സൃഷ്ടിക്കാനുള്ള, ലോക ജനതയെ മുഴുവൻ ഇൻസ്പയർ ചെയ്യാനുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.